റിയൽ നമ്പേഴ്സ് അല്ലെ. ഓൾ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഓൺ എ നമ്പർ ലൈൻ ആർ കോൾഡ് റിയൽ നമ്പേഴ്സ്. ഒരു നമ്പർ ലൈനിന്റെ അകത്ത് അടയാളപ്പെടുത്താൻ കഴിയുന്ന സംഖ്യകളെയാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ? നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു രേഖയാണ്, സാങ്കല്പിക രേഖയാണ്, ഇമേജിനറി ലൈനാണ്. അതിന്റെ അകത്ത് നടുവിൽ സീറോ ഉണ്ടാവും, വലതുവശത്തേക്ക് പോസിറ്റീവ് നമ്പറും ഇടതുവശത്തേക്ക് നെഗറ്റീവ് നമ്പറുകളെയും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത് അല്ലെ. മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ അടയാളപ്പെടുത്തുന്ന സംഖ്യകളെ റിയൽ നമ്പേഴ്സ് എന്ന് പറയും. റിയൽ നമ്പേഴ്സ് രണ്ട് വിധത്തിലുണ്ട്, റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും. എന്താ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ? ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q എന്ന ഫോമിൽ, എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ മെത്തേഡിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംഖ്യകളും 5, 2/3, 6/5, 7/3 അങ്ങനത്തെ സംഖ്യകളൊക്കെ നമ്മൾ എന്ത് പറയാം? അതിന്റെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ സോറി റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇറാഷണൽ നമ്പർ, അപ്പൊ ഇറാഷണൽ നമ്പർ എന്താ? P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിപ്പീറ്റിംഗ് ആണ്. ഇത് അവസാനിക്കൂല, ഇത് എത്ര ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് വരൂല. അത്ര സംഖ്യ. ഉദാഹരണത്തിന് പൈയുടെ പ്രത്യേകത എന്താ? പൈയുടെ വാല്യൂ എന്തോ അറിയില്ല, എല്ലാവർക്കും അറിയില്ലോ, 3.14 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി കൊണ്ടിരിക്കും. √2, √3, √5 ഇതിനൊന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത സംഖ്യകളുടെ റൂട്ടുകൾ എന്താ സംഖ്യകൾ വരുന്നത്? √2ന്റെ വാല്യൂ എന്താ വരുന്നത്? 1.414. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും, സംഖ്യ അവസാനിക്കുന്നില്ല അല്ലെ. യൂളേഴ്സ് നമ്പേഴ്സ് പോലുള്ള സംഖ്യകൾ, ഇതിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.